ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നന്ദിനി ഇങ്ങനെ പറയാണ് സൂര്യയോട്, എൻ്റെ സൂര്യ സാറ് എല്ലായിടത്തും നെഞ്ച് വിരിച്ച് നോക്കി നിൽക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അത് സംഭവിച്ചിരിക്കുന്നു, അതാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചത്. ഇപ്പം കണ്ടില്ലേ, എൻ്റെ സൂര്യ സാറ് എല്ലായിടത്തും നെഞ്ചും വിരിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ സന്തോഷം പറയാനില്ല എന്ന് പറയാൻ കേട്ടോ. എന്തായാലും നിൻ്റെ തോന്നലുകൾ എത്ര കറക്റ്റായി വന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ്. അങ്ങനെ പിന്നീട് ഇവർ അമ്പലത്തിലെത്തുകയാണ് കേട്ടോ. അമ്പലത്തിലെത്തുമ്പോൾ ഇവർ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഇതിനിടയ്ക്ക് പത്മയോട് ഇങ്ങനെ യതീന്ദ്രൻ പറയുന്നുണ്ട്, അതെ സൂര്യ വന്നില്ലായിരുന്നെങ്കിൽ ഈശ്വര ആലോചിക്കാൻ പോലും വയ്യ, ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു, നമ്മുടെ ജീവൻ അങ്ങ് നഷ്ടപ്പെട്ടായിരുന്നു. ആ സമയം ഉദയനും പറയാൻ കേട്ടോ, സൂര്യ പറയാനില്ല, സൂര്യയുടെ ആ എത്തൽ കൊണ്ടാണ് നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നന്ദിനിയെ പുകഴ്ത്തി സംസാരിക്കുകയാണ് ഈ പറയുന്ന രഞ്ജിത്ത് പറയാണ്, അതെ നന്ദിനി, അവൾക്ക് അങ്ങനെ തോന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സൂര്യ എത്തില്ലായിരുന്നു, എന്നാൽ അവരുടെ കൈകൊണ്ട് നമ്മൾ തീർന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നന്ദിനിയെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ, അതെ നമ്മളിപ്പോൾ വന്നത് എന്തിനാണ്, നമ്മുടെ കുടുംബക്ഷേത്രത്തിലോട്ട് പോവാനും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനുമാണ്, അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി, ഇപ്പോൾ വേണ്ടാത്തൊരു കാര്യത്തെ സംസാരിക്കണ്ട, അത് കഴിഞ്ഞു പോയില്ലേ എന്ന് പത്മ അപ്പോഴേക്കും പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന എനിക്കത്രയും ഇഷ്ടപ്പെടില്ല. പറയേണ്ട സമയത്ത് തന്നെ എൻ്റെ പത്മ പറയണം, നിനക്ക് സൂര്യയെക്കുറിച്ചും നന്ദിനെക്കുറിച്ചും പറയുന്നത് അത്ര ഇഷ്ടമില്ലെങ്കിലും നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് ഇവിടെ വരേണ്ടി തന്നെ വന്നു, നീ തന്നെ അവരെ വിളിക്കേണ്ടി വന്നു, ഇതാണ് ഈശ്വരൻ്റെ കളികൾ എന്ന് പറയണം. ഈശ്വരൻ്റെ കളികളാണോ മറ്റുള്ളവരുടെ കളികളാണെന്ന് കണ്ടറിയുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് പത്മയാണെങ്കിലോ അമ്പലത്തിൽ വന്നിറങ്ങിയ ഉടനെ തന്നെ കാണുന്ന കാഴ്ച ഗംഗയാണ് കേട്ടോ. ഗംഗയാണ് ഇവരെ വരവേൽക്കുന്നത്. അത് കാണുന്ന പത്മ, ഇവളെന്താ ഇവിടെ, നമ്മൾ ഇന്ന് കുടുംബക്ഷേത്രത്തിലോട്ട് വരുന്ന വിവരം ഇവളെങ്ങനെ അറിഞ്ഞ്, വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള അവൾക്കറിയില്ലല്ലോ, പിന്നെ ഇവളെങ്ങനെ ഇവിടെ എത്തി? എൻ്റെ പത്മേച്ചി, എന്നെ കണ്ടിങ്ങനെ അത്ഭുതപ്പെടണ്ട, ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോൾ പത്മേച്ചി ഇന്ന് ഇവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതന്നെ സംഭവിച്ചു. അപ്പോൾ തൻ്റെ ഏട്ടൻ രാജീവ് മാറി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സമയം പത്മ പറയണേ, നീ എന്തിനാ ഞങ്ങളുടെ പിറകെ ഇങ്ങനെ നടക്കുന്നത്, നിനക്ക് നിൻ്റെ വഴിക്ക് നടന്നൂടെ? എൻ്റെ പത്മേച്ചി, തെറ്റ് ആർക്കും പറ്റാം, തെറ്റുകൾ എല്ലാവർക്കും പറ്റും, തെറ്റ് പറ്റിയത് തിരുത്താൻ വരുമ്പോൾ ഒരു മനുഷ്യനെ നന്നായാലും പത്മേച്ചി എന്താ അത് അംഗീകരിക്കാത്തത്? ഞാനിവിടെ പൂജക്കാണ് വന്നത്. അപ്പോഴേക്കും പൂജാരി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. പത്മേ, കുറേ കാലങ്ങളായല്ലോ ഈ വഴിക്കൊക്കെ വന്നിട്ട്, കുടുംബക്ഷേത്രമല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തൂടെ? ഇനി എന്തായാലും ഉത്സവത്തോട് അനുബന്ധിച്ച് ഇവനും ഉണ്ടല്ലോ, ഉദയൻ എന്നാ നാട്ടിലോട്ട് എത്തിയത്, കുറച്ച് ദിവസങ്ങളായി എന്നൊക്കെ പറയാണ്. എന്തായാലും വലിയ സർപ്രൈസ് ആയിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവരെ വേണ്ട വിധത്തിൽ വരവേൽക്കുകയാണ് പൂജാരി. പിന്നീട് പൂജ ചെയ്യാനുള്ള സാധനങ്ങൾ എവിടെ എന്ന് പത്മയോട് ചോദിക്കുമ്പോൾ പത്മ, അയ്യോ ഞാനത് മറന്നല്ലോ, അതെൻ്റെ ഓർമ്മയിലില്ല, അത് എടുക്കാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ നന്ദിനി പറയണ, ഇല്ല മറന്നിട്ടില്ല, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ പൂജാ സാധനങ്ങളെല്ലാം ഈ തട്ടിലുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനിയാണെങ്കിലോ അത് കൊണ്ടുവരുമ്പോൾ പത്മ, ഇവൾ ഇനി ആളാവുന്ന, ഇവളുടെ പ്രവൃത്തിക്ക് യാതൊരു കുറവില്ല എന്ന ലെവലിൽ ഇങ്ങനെ പത്മ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയമാണെങ്കിലോ പത്മയുടെ മുന്നിലോട്ട് നന്ദിനി ചെന്നിട്ട് പറയാണ്, പത്മ മേഡം, ഇത് പത്മ മേഡത്തിൻ്റെ കൈകൊണ്ട് വേണം പൂജാരിക്ക് കൊടുക്കാൻ, നിങ്ങളുടെ കുടുംബക്ഷേത്രമല്ലേ, അതുകൊണ്ട് പത്മ മേഡം തന്നെ കൊടുക്കണമെന്ന് പറയാം കേട്ടോ. ആ സമയം പത്മക്കാണെങ്കിൽ അത് വാങ്ങാൻ വലിയ താല്പര്യപ്പെടുന്നില്ല. ഇതേ സമയം സൂര്യ ആണെങ്കിൽ എത്ര കൊണ്ടാലും എത്ര കിട്ടിയാലും അവർക്ക് ഈ നിൽക്കുന്ന നന്ദിനിയുടെ നന്മ തിരിച്ചറിയാൻ കഴിയില്ല എന്ന നിലപാടിൽ സൂര്യ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം പത്മയോട് യതീന്ദ്രൻ പറയണം, അത് വാങ്ങ് പത്മ, ഇനി അത് വാങ്ങാതിരിക്കരുത്, ഒരു നല്ല കാര്യത്തിനല്ലേ, നീ വരുമ്പോൾ കൊണ്ടുവന്നില്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നന്ദിനി എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തില്ലേ, അത് വാങ്ങുമെന്ന് പറയണം. അപ്പോൾ പത്മക്ക് വാങ്ങാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ സമയം വന്ദനയും ഉദയനും കൂടി പറയാണ്, പത്മ അത് വാങ്ങ്, എന്നിട്ട് നീ കൊടുക്കുക, അതല്ല അതിൻ്റെ മര്യാദ, വേദമോളുടെ കാര്യങ്ങൾക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകണം, ഉള്ളിലെ ഭയം എപ്പോഴും വിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതവർ വാങ്ങുകയാണ്. അപ്പോൾ ഗംഗ പറയാണ്, അത് വാങ്ങു പത്മേച്ചി, എന്താ പൂജ ചെയ്യണ്ടേ എന്ന് പറയണേ. അങ്ങനെ ആ നന്ദിനിയുടെ കയ്യിൽ നിന്ന് ആ തട്ടെല്ലാം വാങ്ങിയിട്ട് പത്മ പൂജാരിക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് പൂജാരി പറയണേ, യാതൊരുവിധ കുഴപ്പമില്ല, രണ്ടാളും 10ൽ 10 എന്നുള്ള ആ വിധത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഗംഗ പൂജാരിയോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഇങ്ങനെ പത്മയുടെ മകൾക്കൊരു ബന്ധം ഉറപ്പിക്കുന്നുണ്ട്, അത് അത്ര നല്ലതല്ല എന്ന്, എന്നിട്ട് ഇപ്പോൾ എന്താ തിരുത്തി പറയുന്നത്? അപ്പോൾ അയാൾ പറയാണ്, അത് ദേവി എന്നെ അങ്ങനെ അങ്ങ്
തോന്നിപ്പിച്ചു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഇപ്പോൾ ഇവർ വന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ദേവിയുടെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സൂര്യക്ക് അത്ര അങ്ങ് പിടിക്കില്ല. ഇങ്ങനെ അങ്ങ് മാറാനിരിക്കുകയാണ് ദേവി, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നുള്ള ആ ലെവലിൽ സൂര്യ മുഖം തിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പത്മ ആയിക്കോട്ടെ, എന്തായാലും എൻ്റെ മക്കൾ തമ്മിൽ ചേർച്ചയുണ്ടെന്ന് പറഞ്ഞതിൽ ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് പണം കൊടുത്ത് പത്മയും പത്മയുടെ ഏട്ടനും എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം ഗംഗയാണെങ്കിലോ ഞാൻ വിരിച്ച വലയിൽ തന്നെ അവർ വീണും കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് എൻ്റെ കളികൾ എന്നിങ്ങനെ ഗംഗ ചിന്തിച്ചിട്ട് ഗംഗ തൻ്റെ ഏട്ടനെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കാണാം രാജി അവർ പോയി എന്ന് കാർ എടുത്തെന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഗംഗെ, ഞാനിവിടെയുണ്ട്, എന്നെ തരേണ്ട. ഏട്ടൻ ഇത് എങ്ങോട്ടാണ് പോയത്? എൻ്റെ ഒപ്പം നിൽക്കുന്ന ഏട്ടൻ ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായില്ലല്ലോ. അത് എപ്പോഴും ഞാൻ എൻ്റെ കൂടെ നടക്കുന്നുണ്ടെന്നും അവർക്കൊരു കള്ളത്തരം ഉള്ളതുപോലെ തോന്നരുത്. അവരെ ചുറ്റിപ്പറ്റി ഞാനും നീ നടക്കുകയാണെന്ന് അവർക്ക് തോന്നരുത്. അതുകൊണ്ട് മാറി നിന്നാ. അതെന്തായാലും നന്നായി. എല്ലാം എൻ്റെ ഗംഗ, നീ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നത്? പത്മയുടെ വീട്ടിൽ പോയി കുടുംബക്ഷേത്രത്തിൽ വരണമെന്ന് പറയുന്നു, അതിനിടയ്ക്ക് ഗുണ്ടകളെ നിർത്തുന്നു, പിന്നീട് അവർ ജീവൻ രക്ഷിച്ച് വരുന്നു, പിന്നീട് നീ തന്നെ പറയുന്നു അത് 10ൽ 10 എന്തൊക്കെയാണ് ഇത് സംഭവം എന്നും എനിക്ക് മനസ്സിലാവുന്നത്. സംഭവം ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ പൂജാരി കയറി വരുന്നു കേട്ടോ. അപ്പോൾ പൂജാരി പറയണേ, ഞാൻ ചെയ്തതൊക്കെ കറക്റ്റില്ലേ? നിങ്ങൾ പറയേണ്ടത് പോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ പണം ഇതാ. അത് കാണുന്ന രാജ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഗംഗ ഇതെല്ലാം ചെയ്യിപ്പിച്ചതാണ് അല്ലേ? അതെ, ചെയ്യിപ്പിച്ചതാണ്. അതെന്തിനാ ഗംഗ ഇത് ചെയ്യിപ്പിക്കുന്ന? കുടുംബക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു വെളിപാടുണ്ടായെന്നും പിന്നീട് ആ വെളിപാടില്ലെന്നും എന്നൊക്കെ നീ പറയിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇവിടുത്തെ വിഗ്രഹം അവളുടെ വീട്ടിൽ കൊണ്ടുവച്ചതും എന്തിനാണ്? അതൊക്കെ ഉണ്ട്. അതൊരു ചെറിയ അമ്മിട്ടാണ്. ആ അമ്മിട്ട് പൊട്ടാനിരിക്കുകയുള്ളൂ. അത് വിഗ്രഹ രൂപത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഗംഗ എന്തൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ട് അല്ലേ? എല്ലാം കൊണ്ടും 4 പുറവും വേലി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പത്മയും പത്മയുടെ ഭർത്താവും വീഴാൻ പോവുകയാണ്. പത്മയുടെ യതി എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആയിരിക്കും ആദ്യം വീഴുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം യതീന്ദ്രനും പത്മയും വീട്ടിലെത്തിയിരിക്കുകയാണ്. പത്മ ആകെ ടെൻഷനായിരിക്കുകയാണ്. ആ ഒരു അപകടത്തിൽ നിന്നും സൂര്യ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവൻ പോവുമായിരുന്നു എന്നിങ്ങനെ യതീന്ദ്രൻ പറയാണ്. ശരിയാണെന്ന് പറയാണ്. അല്ല, ഈ ഗംഗ എന്താ നമ്മളെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്? അപ്പോൾ യതീന്ദ്രൻ പറയണേ, എൻ്റെ ഉള്ളിലും ആ സംശയമുണ്ട്. ഗംഗ ഇതിന് പിറകിലൊക്കെ കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം. വീണ്ടും നമ്മുടെ വീടിന് എന്തോ ആപത്ത് വരുന്നത് പോലെ. അപ്പോൾ പത്മ പറയാണ്, എന്തായാലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ ഇത് കേസ് കൊടുക്കണം എന്ന് യതീന്ദ്രൻ പറയുമ്പോൾ, നമ്മുടെ മകളുടെ കല്യാണമല്ലേ നമുക്ക് വലുത്. ഇപ്പോൾ കേസിനും കൂട്ടത്തിനും പോകാൻ നിന്നാൽ അതിനല്ലേ നേരെ ഉണ്ടാവുള്ളൂ. അല്ല, ഇതിപ്പോൾ ഈ വീട്ടിലെ 2ാമത്തെ അപകടമാണ് ഇവിടെ ഉണ്ടാവുന്നത്. നീ ശ്രദ്ധിക്കണം പത്മേ. ഇപ്പോൾ സൂര്യ വന്നില്ലായിരുന്നെങ്കിൽ, നന്ദിനിക്ക് അങ്ങനെ ഒരു തോന്നലില്ലായിരുന്നെങ്കിൽ, ആ ഗംഗ ഏൽപ്പിച്ചതാണ് ആ ഗുണ്ടകളെ. എങ്ങനെയെന്നും പറയാൻ പറ്റത്തില്ല. അവർക്കിരയായിരുന്നു. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ ഈ നന്ദിനി പുരാണം പറഞ്ഞത് കേട്ട് ഉള്ളതുപോലെ പറയണല്ലോ പത്മേ. അത് നീ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ കേട്ടോ. നിർത്തിയേക്ക്. ഇപ്പോൾ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ മതി. ഇപ്പോൾ നിശ്ചയം പെട്ടെന്ന് നടക്കാൻ പോവുകയല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം സൂര്യയാണ് കാണിക്കുന്നത്. സൂര്യയുടെ റൂമിലോട്ട് നന്ദിനി സൂപ്പുമായി വന്നിരിക്കുകയാണ്. അങ്ങനെ സൂര്യക്കത് കൊടുക്കുകയാണ്. അപ്പോൾ സൂര്യ ആണെങ്കിൽ എന്തൊക്കെയോ ചിന്തിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി ഇനി എൻ്റെ അരികിലോട്ട് ഇങ്ങനെ ഇരുന്നേന്ന് പറയണേ. എന്താ സൂര്യ സാർ? അതൊക്കെ ഉണ്ട്. അതെ, എൻ്റെ മനസ്സിലൊരു തോന്നൽ നീ പറഞ്ഞിട്ടാണ് അച്ഛനെയും അമ്മയെ രക്ഷിക്കാൻ ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉള്ളതുപോലെ ആ സ്ത്രീയെ തോന്നുന്നു. ഏത് സ്ത്രീയെ? ഇവിടെ വന്നില്ലേ ഗംഗ എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ അടുത്ത്. അതെന്താ അങ്ങനെ പറയാനേ? അല്ല, അവരിവിടെ വന്നിട്ട് പറഞ്ഞു കുടുംബക്ഷേത്രത്തിൽ നിന്നും ഇവരുടെ ബന്ധം ശരിയല്ലെന്ന്. പിന്നീട് ഇപ്പോൾ 10ൽ 10 പൊരുത്തം ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇതിലേക്ക് ഇപ്പോൾ എന്താ തോന്നുന്നത്? എന്ത് തോന്നാനാണ്? ദേവി ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എന്താ നന്ദിനി നീ പറയുന്നത്? ഇതിലെന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. ആ സ്ത്രീ അത്ര ശരിയല്ല. ആ സ്ത്രീയുടെ പ്രവൃത്തി കൊണ്ടാണോ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു അപകടം വന്നു എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ നന്ദിനിക്ക് ഉൾഭയം വരികയാണ് കേട്ടോ. നന്ദിനി പറയുന്നുണ്ട് ചിരിച്ചും കൊണ്ട്, കഴുത്തിറക്കുന്നവർ തന്നെയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം സൂര്യ സാർ എന്ന് പറയുമ്പോൾ സൂര്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തായാലും പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതേ സമയം നന്ദിനി പറയണേ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, സൂര്യ സാർ എന്തായാലും ഈ ഒരു സൂപ്പ് കുടിക്കുമെന്ന് പറയണേ. എടോ താൻ കുടിച്ചോ? ഞാൻ കുടിച്ചോളാം. സൂര്യ സാറ് കുടിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ
കുടിച്ചോളാം എന്ന് പറയുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് വേദ പറയുന്നുണ്ട് കേട്ടോ, സൂര്യ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഭർത്താവായി വന്നവനെ അത്രയങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ പെങ്ങൾക്ക് വരുന്ന ഭർത്താവ് വിജയിനേക്കാൾ മഹാപോക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കേട്ടോടെ തന്നെ നന്ദിനി പറയാണ്, അവനെന്താ കുഴപ്പം, അവൻ എത്ര നല്ല സ്വഭാവമാണ്, എനിക്കങ്ങനെ ഒരു തെറ്റ് തോന്നില്ല. അത് നന്ദിനി നിനക്ക് തോന്നില്ല, അതാണ് അവൻ്റെ മിടുക്ക്, എനിക്ക് അവനെ അങ്ങ് ബോധിച്ചിട്ടില്ല. സൂര്യ സാർ വെറുതെ സൂര്യ സാർ ഓരോന്ന് പറഞ്ഞ് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. സാറിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കത്തില്ല, അത് കൂടുതൽ വാശിയാവും. അതുകൊണ്ട് തന്നെ സാറേ, ഈ കല്യാണം എങ്ങനെയൊക്കെ നടന്നോട്ടെ, സാർ യാതൊരു എതിർപ്പും കാണിക്കാതെ എല്ലാം മുന്നിട്ട് നിന്ന് സാറ് ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ, എന്തോ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരുന്നത്.